ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന വന്ന അമ്മയുടെ കളികളൊക്കെ കണ്ടിട്ടങ്ങ് പോയി. എന്നിട്ടാണെങ്കിലോ ഓട്ടോ ചേട്ടനോട് പറഞ്ഞു, ഓട്ടോ ചേട്ടാ നമുക്ക് തിരിച്ചു പോകാമെന്ന്. അങ്ങനെ നയനെ അവിടെ നിന്ന് പോയി. ദേവയാനി പാവം ഇതൊന്നും അറിയുന്നുമില്ല, കാണുന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അനന്തപുരിയിൽ നമ്മുടെ അനി ഇങ്ങനെ ഫോണൊക്കെ വിളിച്ച് ഇറങ്ങി വരുമോ. അപ്പോഴേക്കും അനാമിക നാണം കെട്ട് നാറ് ഇങ്ങനെ കയറി വരുവാട്ടോ, ചുളി. അപ്പോൾ നമ്മുടെ അനിയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം, ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഭയങ്കര കലിപ്പാണ് അനാമികയ്ക്ക്. മുഖമൊക്കെ താത്തി ഇങ്ങനെ കയറി ചെല്ലുക. അപ്പോൾ ആഹാ, നീ എത്തിയോ? അല്ല, നന്ദുവിനെ ജയിലിൽ പോയി കണ്ടിട്ടാണോ നീ വരുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ആകെ ചമ്മൽ. അല്ല, നന്ദുവിനെ കാക്കി ഇടിക്കില്ല എന്നൊക്കെ വിളിച്ചിട്ടല്ലേ നീ പോയത് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് സന്തോഷമായല്ലോ അല്ലേ എന്ന് ചോദിച്ചു അനാമിക. എന്താ സംശയം? നിരപരാധിയായ ഒരു പെൺകുട്ടി, അതും ഈ വീടിൻ്റെ ബന്ധുവായ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് അനി പറയുന്നു. ഇവളത് കേട്ട് നിൽക്കുന്നു. അത് മറച്ചു വയ്ക്കേണ്ട യാതൊരു കാര്യം എനിക്കില്ല അനാമികെ. അനന്തപുരിക്കാര് വലിയ സ്വാധീനമുള്ളവരാണല്ലോ. കോടതിയിൽ പോലും സ്വാധീനിക്കാൻ നേരം മുത്തശ്ശനുൾപ്പെടെ ഉള്ളവർക്ക് കഴിയുമല്ലോ. അതുകൊണ്ടാണ് അവൾക്ക് ജാമ്യം കിട്ടിയതെന്ന് അനാമിക തമ്പുരാട്ടി പറയുമ്പം അവയ്ക്ക് ജാമ്യം മാത്രമല്ലടി കിട്ടിയത്, അവൾ ഈ കേസിൽ പ്രതിയല്ലെന്നും തെളിഞ്ഞു കഴിഞ്ഞെന്ന കാര്യവും അനി അന്നേരം പറഞ്ഞു. അത് എൻ്റെ മുത്തശ്ശൻ്റെയോ ഈ വീട്ടിലുള്ളവരുടെയോ ഒന്നും എടുക്കല്ല, നന്ദു തന്നെയാ അവളുടെ കേസ് വാദിച്ച് ജയിച്ചതെന്നും പറഞ്ഞു. ഒന്നും മിണ്ടാനില്ലാണ്ട് നിൽക്കും ഇവള്. അവളൊരു സാധാരണ പെൺകുട്ടിയല്ല. ഇനി ചിലപ്പോൾ അവളെ കള്ളക്കേസ് കുടിക്കവളെ അവൾ അന്വേഷിച്ച് കണ്ടെത്താനും ശ്രമിച്ചേക്കുമെന്ന് പറയുമ്പോൾ പറഞ്ഞ് നിൽക്കുക കേട്ടോ മുതൽ. അതുകൊണ്ട് യഥാർത്ഥ പ്രതികൾ നീയും നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നും ഒരു താക്കീത് അങ്ങ് കൊടുത്തു. അങ്ങനെയുള്ള പേടിയൊന്നും ഞങ്ങൾക്കില്ലടാ. അവൾ നിരപരാധിയാണെങ്കിലും അല്ലെങ്കിലും ശരി, ആണുങ്ങളുടെ ദേഹത്ത് കൈവയ്ക്കുന്ന ഒരുത്തി ഒരിക്കലും നല്ല സ്വഭാവത്തിന് ഉടമയല്ല എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും അവൾക്ക് വേണ്ട. അവൾ നല്ല പെൺകുട്ടിയാണെന്ന് അവളെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം. നിനക്കായിരിക്കും അല്ലേ കൂടുതൽ അറിയാവുന്നത്. എന്താ സംശയം? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയിൽ അവളെ A to Z മനസ്സിലാക്കിയവനാണ് ഞാനെന്ന് അനി അന്നേരം അവളോട് പറഞ്ഞു. പിന്നെ അവളുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല അനാമികെ. നിനക്ക് മാത്രമല്ല, നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അവളെ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ ഉള്ള അർഹതയൊന്നും ഇല്ല എന്നും പറഞ്ഞു. അതും പറഞ്ഞ് ഇവളെ അങ്ങ് ശരിക്കും ചൊടിപ്പിക്കുക. അപ്പോൾ ദേ എല്ലാം കഴിഞ്ഞ് നിൽക്കുക ഞാൻ, വെറുതെ അവളെ പൊക്കി പറഞ്ഞിട്ട് എന്നെ ചൊടിപ്പിക്കാൻ നീ നോക്കണ്ട എന്ന് അനാമിക പറയുമ്പം നീ ചൊടിച്ചാലും എനിക്ക് ഒന്നുമില്ല, പറയാനുള്ളതേ ഞാൻ മുഖത്ത് നോക്കി തന്നെ പറയുമെന്ന് അനി അന്നേരം പറഞ്ഞു. പിന്നെ വലിയ കാര്യത്തിന് അവൾ വീട്ടിലോട്ട് പോയതാ. അവളുടെ അച്ഛൻ സന്തോഷ വാർത്തയായിട്ട് വരുമെന്ന് കരുതിയിട്ട്. എന്തായിടി, അയാൾക്ക് കോടതിയിൽ വെച്ച് തല്ല് കിട്ടാതിരുന്നതേ ഭാഗ്യമാണെന്ന് കരുതിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം എൻ്റെ അച്ഛൻ നിന്റെ ആരാടാ? അങ്ങേര് ശരിയല്ല, അങ്ങേരുടെ ഭാര്യയും. അതുകൊണ്ടാണ് നീ ഇങ്ങനെയായി പോയതെന്ന് അനി പറയുമ്പോൾ ഏതായാലും ഈ നന്ദു എന്ന് പറയുന്നവരുടെ അച്ഛനും അമ്മയും വളരെ നല്ലവരാണല്ലോ. രണ്ട് പെൺമക്കളെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. ആ കഥ നാട്ടിൽ മുഴുവനും പാട്ടാടാന്നു അനാമിക പറയുമ്പം അതെ, അങ്ങനെ ഒരു കല്യാണം നടന്നതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവനാണ് ഞാനെന്ന് അനി അന്നേരം ഇവളോട് പറഞ്ഞു. അത് വേറൊന്നും കൊണ്ടല്ല, അതുകൊണ്ട് മാത്രമാണ് നയനേട്ടത്തിയെ പോലെ നല്ലൊരു മനസ്സുള്ള ഏട്ടത്തിയെ എനിക്ക് കിട്ടിയതെന്ന്, നന്ദുവിനെ പോലെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെയും എനിക്ക് കിട്ടിയത്. ഇന്ന് നയനേട്ടത്തിയുടെ പേരിൽ അഭിമാനിക്കുന്നത് ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല, മറ്റൊരുപാട് പേരുണ്ട്. പക്ഷേ സ്വന്തം അമ്മായിയമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലല്ലോ എന്ന് അനാമിക തിരിച്ചന്നേരത്തേനും മറു ചോദ്യം. നിന്റെ വല്യമ്മ എന്നെ സ്നേഹിക്കുമ്പോൾ അവളുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അവളോട് ആദർശേട്ടനൊപ്പം ഓഫീസിലോട്ട് പോകാനായിട്ട് വല്യമ്മ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അത് വല്യമ്മയുടെ വിവരക്കേടാണെന്ന് അനി പറയാം. ഏട്ടത്തി ഓഫീസിലേക്ക് പോയെങ്കിൽ അതിൻ്റെ നേട്ടം എൻ്റെ ഏട്ടനും ഞങ്ങളുടെ ജ്വല്ലറിക്കും തന്നെയാണെന്നും പിന്നെ ഏട്ടത്തി നിമിത്തം ലക്ഷങ്ങളുടെ ലാഭമാണ് ഞങ്ങളുടെ ജ്വല്ലറിക്ക് ഉണ്ടായിരിക്കുന്നതെന്നും അനി പറഞ്ഞു. അതുകൊണ്ട് നീയൊക്കെ ഏട്ടത്തെയും നന്ദുവിനെയും വിമർശിക്കുന്ന സമയത്തെ അവരെ അനുകരിക്കാൻ പോയി നോക്കടിയെന്നും പറഞ്ഞു നമ്മുടെ അനി അവിടെ നിന്ന് പോയി. ഇവക്കാണെ മുഴുവൻ ഭ്രാന്ത് കയറി ഇങ്ങനെ അവിടെ നിൽക്കുക, ഭയങ്കര കലിപ്പിൽ. എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ ഓഫീസ് റൂമിലിരിക്കുന്ന നയനയെ കാണിക്കുന്നത്. നയന ഇരുന്ന് ആലോചന തുടങ്ങി. അന്ന് നയനയെ വിളിക്കാൻ വന്ന ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ ദേവയാനിയുടെ ഓരോ പ്രവൃത്തികളും ഞാനാണ് കരള് ദാനം കൊടുത്തതെന്ന് അമ്മ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ നയന ഇങ്ങനെ ചിന്തിക്കുക. അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകാൻ യാതൊരു ചാൻസും ഇല്ല എന്ന് നയനയ്ക്ക് മനസ്സിലായി. നയന തല പുകഞ്ഞാലോചിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തയോടുകൂടി ഇരിക്കുന്നു. പിന്നെ കരള് ദാനം നൽകിയ പെൺകുട്ടിയെ പറ്റി അന്നുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ചു. അപ്പോഴത്തേക്കും അതിനൊക്കെ ഏകദേശമൊക്കെ ഒരു രൂപം പിടി കിട്ടി. അപ്പോൾ കരൾ ദാനം നൽകിയത് ആരാണെന്ന് ഏകദേശമൊക്കെ അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കരൾ തന്ന പെൺകുട്ടിയെ പറ്റി വലിയ അന്വേഷണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ.
അപ്പം അമ്മ തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ കരൾ ആരാണ് നടന്നതെന്ന് മനസ്സിലാക്കിയത് പോലെയാണല്ലോ അമ്മയുടെ ഇപ്പോഴത്തെ പോക്ക്. ഇനി അത് തെളിവ് സഹിതം പുറത്ത് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ആലോചനയായിട്ട് ദേ നയനെ അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് ദേവയാനി ആദർശിനെ കാണാൻ അങ്ങോട്ടേക്ക് ചെന്നു. അല്ല അമ്മ എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങ് വന്നേ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ എനിക്കെന്തായാലും ഇങ്ങോട്ട് വന്നോടെ എന്ന് ചോദിച്ചു. ഇടയ്ക്ക് ഇതുപോലെ മിന്നൽ പരിശോധനയൊക്കെ നടത്തുന്നത് നല്ലതല്ലേ? ഇവിടെ നീ ഒരുത്തി അപ്പോയിന്റ് ചെയ്തിട്ടില്ലേ? അവൾ നേരെ ചൊവ്വയാണോ പോകുന്നതെന്ന് എനിക്ക് അറിയണ്ടേ എന്ന് ദേവയാനി ചോദിക്കും. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അമ്മേ, അവളിവിടെ വന്നതിന് ശേഷം മൊത്തത്തിൽ കമ്പനിക്ക് ഒരു ഉണർവൊക്കെ വന്നിട്ടുണ്ട്. ആ ഇപ്പോഴെന്തായാലും അവൾ വലിയ ആശ്വാസത്തിലൊക്കെ ആയിരിക്കും അല്ലേ? കേസിൽ നിന്നേ അനിയത്തി രക്ഷപ്പെട്ടല്ലോ. അപ്പം അത് പറയണോ അമ്മേ? അവൾക്കും മാത്രമല്ല എനിക്കും അവളുടെ വീട്ടിലുള്ളവർക്കും ഒക്കെ വലിയ ആശ്വാസമായിട്ടുണ്ടമ്മേ. നന്ദുവിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നാരാര് വക്കീൽ കോടതിയിലേക്ക് പോയപ്പോൾ കേസ് തോൽക്കില്ല എന്നൊക്കെ എനിക്കറിയാമായിരുന്നു. പിന്നെ ഇവിടെ അവൾ തന്നെ കേസ് വാദിച്ച് ജയിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമോ ദേവിയൻ. എന്നിട്ട് തിരിഞ്ഞൊന്ന് ചിരിക്കും കേട്ടോ. പക്ഷെ മാരാര് വക്കീൽ ആ CCTV ദൃശ്യങ്ങൾ നന്ദുവിന് കൈമാറിയത്. വക്കീലിന് ഫീസ് നമ്മളാരും കൊടുത്തിട്ടുമില്ല. അതുപോലെ നന്ദുവിന് വേണ്ടി അവളുടെ വീട്ടുകാരും അദ്ദേഹത്തെ സമീപിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം കേസ് ഏറ്റെടുത്തതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ആദർശ് ഇങ്ങനെ പറയുമ്പം അതിൽ എനിക്കൊരു വ്യക്തതക്കുറവുണ്ട് എന്ന കാര്യം പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇടയ്ക്ക് മാരാർ വക്കീലിനെ കാണുമ്പോൾ നിൻ്റെ അഭിനന്ദനം ഒന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു. അപ്പം അതൊക്കെ ഞാൻ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞമ്മേ. എന്നാലും നിൻ്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ അദ്ദേഹം രക്ഷിച്ചെടുത്തത്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ചെലവ് ചെയ്യുന്നതിലും കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നയനയും പറഞ്ഞെന്ന് പറഞ്ഞു ആദർശം. അവളെ പ്രത്യേക ക്യാബിനിലാണ് ഇരുത്തിയിരിക്കുന്നതല്ലേ? അവളിപ്പോൾ ഇവിടുത്തെ ചീഫ് ഡിസൈനർ അല്ലേ അമ്മേ? അപ്പം അങ്ങനെ തന്നെ ഇരുത്തണ്ടേ എന്ന് ചോദിച്ചു മകൻ. അമ്മ അവളുടെ ക്യാബിനിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം എനിക്ക് അവളുടെ ക്യാബിനിലെ ആവശ്യമൊന്നുമില്ല, ഞാനിട്ട് വരുന്നതുമില്ല. അപ്പോൾ ആദർശന അതിട്ടിപ്പോൾ സങ്കടം വന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു ഫ്രണ്ടിനെ കാണാൻ വന്നപ്പോൾ ഞാൻ വെറുതെ ഒന്നും കയറിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിനെയൊക്കെ കണ്ടിട്ടേ കുറേ കാലം ആയില്ലേ, ഞാൻ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോയിക്കോളാവെന്നും പറഞ്ഞ് ദേവയാനി അവിടുന്ന് സ്റ്റാഫുകളെ കാണാനായിട്ട് പോകുമ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ചാണ് അങ്ങ് പോകുന്നത്. അപ്പോൾ അമ്മയുടെ വരവ്, അമ്മയുടെ ഈ പ്രതികരണം, ഇതൊന്നും ആദർശിന് മനസ്സിലാകുന്നില്ല. ആദർശ് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് അവിടെ എങ്ങനെ നിൽക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവും സംഘവും കൂടി നമ്മുടെ അനാമിക തമ്പുരാട്ടിയുടെ വീട് കയറി വളഞ്ഞു. വീട്ടിലേക്ക് കമ്പിപ്പാരയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വീടിൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിന്നിട്ട് നിങ്ങൾ ഹെൽമെറ്റ് ഇട്ടോളാൻ പറഞ്ഞു ഹെൽമെറ്റ് ഇടിയിക്കുക. അങ്ങനെ ഇവർ ഹെൽമെറ്റൊക്കെ ഇട്ട് പതുക്കെ അവരുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ നോക്കുക. അപ്പോൾ നന്ദു പറഞ്ഞു, ഇനിയിപ്പോൾ എൻ്റെ മുഖം കണ്ടാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞു അവരുടെ അച്ഛനും അമ്മയൊക്കെ, അതുകൊണ്ട് കേസ് വന്നാലും പ്രശ്നമൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നന്ദു പറയാം. അനാമിക അനന്തപുരി തറവാട്ടിൽ നിന്ന് പുറത്ത് പോകത്തേ ഉള്ളൂ എന്ന്. അവളെ എന്ത് വില കൊടുത്തും പുറത്താക്കണം, അതാ വേണ്ടതെന്ന് കൂട്ടുകാർ നന്ദുവിനോട് പറയും. ഇപ്പോൾ വേണ്ട, അവൾ തന്നെ സ്വയം പുറത്ത് പൊക്കോളും. നാളെ പുറത്ത് പോകേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെ അവൾ അവിടെ നിൽക്കുന്നത്. നിങ്ങൾ വരാൻ പറഞ്ഞ് നന്ദു ഇവരെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ പോവുക. അങ്ങനെ മതിൽ ചാടിക്കടന്ന് വീടിനകത്തേക്ക് കയറി പറ്റി. എന്നിട്ട് വീടിന് ചുറ്റിനും ഇങ്ങനെ എന്തായിട്ട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. എന്നിട്ട് പിന്നാമ്പറ വാതിലിലൂടെ നമുക്ക് അകത്ത് കയറാം എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വീടിൻ്റെ മുന്നിൽ കൂടെ ചെല്ലും എന്നുള്ള പ്രതീക്ഷയിൽ വാതിൽ തുറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രണ്ട് മുതലുകളും വീട്ടിലിരുന്നത്. രാത്രി നല്ല ഉറക്കമാണ്. പക്ഷേ വീടിൻ്റെ പുറത്ത് അടുക്കള വശത്തോടെ ഇവർ വീടിനകത്തേക്ക് കയറിയത്. അപ്പോഴേക്കും രേവതി ചെറിയ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടു. ശബ്ദം കേട്ട് കഴിഞ്ഞപ്പം എഴുന്നേക്ക്, എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക. എന്താ? അപ്പം എന്ത് സംഭവിച്ചാലും കൂർക്കും വലിച്ചു കിടന്നങ്ങ് ഉറങ്ങിക്കോളും. എന്തോ വീണ ഒച്ച കേട്ടു മനുഷ്യ എന്നും പറഞ്ഞ് രേവതി. അപ്പം വീണെന്നോ? എന്നിട്ട് ഞാനൊന്നും കേട്ടില്ലല്ലോ എന്ന് ഇദ്ദേഹം പറയുമ്പം എന്നാൽ ഞാൻ കേട്ടു, അത് കേട്ടിട്ടാണ് ഞാൻ ഉണർന്നതെന്നൊക്കെ പറഞ്ഞ് രേവതി തമ്പുരാട്ടി പറയുമ്പം നീ വെറുതെ സ്വപ്നം എന്തെങ്കിലും കണ്ടതായിരിക്കുമെന്ന് ചേട്ടൻ പറഞ്ഞ് തീർന്നില്ല. പാത്രമൊക്കെ ഉരുളുന്ന ഒച്ച കേട്ടു. അപ്പോൾ പാത്രമൊക്കെ വീഴുന്ന ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ഇനി പൂച്ചയെപ്പോലെ പതുങ്ങി നടക്കുന്ന മനുഷ്യന്മാർ വല്ലതും ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേണു ഇങ്ങനെ ചോദിക്കുക. ഈ രേവതി പൂച്ചയാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ, അത് മനുഷ്യന്മാരൊന്നുമില്ല, പേടിപ്പിക്കാതെ പൂച്ചയായിരിക്കും, നിങ്ങളിങ്ങോട്ട് വാ മനുഷ്യാന്ന് പറഞ്ഞ് രേവതി തന്നെ വേണുവിനെ വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ. അപ്പം നീ സൂക്ഷിക്കണം, കുറുവാ സംഘം ഇതുപോലുള്ള ശബ്ദം ഉണ്ടാക്കി വീട്ടുകാരെ ഉണർത്തി എഴുന്നേൽപ്പിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഇത് കുറുവയും കുറുവടിയൊന്നുമല്ല, നിങ്ങൾ വാ മനുഷ്യ, ഇങ്ങനെയുണ്ട് ഒരു പേടിയെന്ന് പറഞ്ഞു കെട്ടിയവനും കെട്ടിയോളും കൂടി ചെന്നിങ്ങനെ നിൽക്കുമ്പോൾ ഇരുട്ടത്ത് വന്ന് കൊടുത്തില്ലേ, രണ്ടെണ്ണത്തിനെ അടിച്ചിടിച്ച് കയ്യും കാലൊക്കെ ചവിട്ടി ഓടിച്ച് കൊല്ലുക. അപ്പോൾ കണ്ടോ ആരാ തല്ലിയതെന്ന് നീയൊക്കെ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു കാണിച്ചു കൊടുക്കുക.
കൊണ്ട് കേസ് കൊടുക്കണമെന്ന് നമ്മുടെ നന്ദു പറഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിന് എന്നെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ നീയൊക്കെ കയറ്റാൻ നോക്കിയില്ലേ എന്ന് ചോദിച്ചു. ജയിലിലേക്ക് പറഞ്ഞു വിടാനും നീയൊക്കെ ആഗ്രഹിച്ചില്ലെന്ന് ചോദിച്ചു. വേദന കാരണം പൊളയും രണ്ടും കൂടെ അവിടെ കിടന്ന്. ഇനിയിപ്പോൾ ചെയ്ത കുറ്റത്തിന് അങ്ങനെയൊക്കെ തന്നെ പോയി ചെയ്യാൻ നോക്കാൻ പറഞ്ഞുകൊണ്ടിങ്ങനെ പറയണു. പക്ഷേ അതേ ഒരു കാര്യം രണ്ടെണ്ണം ഓർത്തോ, അങ്ങനെയെങ്കിൽ എന്നെക്കാളും മുന്നേ താനും ഇവരുമായിരിക്കും ജയിലിലേക്ക് പോകുന്നത്. കൂടെ നിങ്ങളുടെ പുന്നോര മോളിലെ അവളും കാണുമെന്ന് നന്ദു പറഞ്ഞു. ഇവള് മിണ്ടുന്നില്ല. ആദർശേട്ടൻ്റെ അമ്മ വിഷം കലർന്ന പാല് കുടിച്ച ഉൾപ്പെടെ എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതുൾപ്പെടെ ഒരുപാട് കേസുകൾ മറഞ്ഞിരിക്കുക. അതൊക്കെ കൂടെ ഞാൻ വലിച്ച് പുറത്തിടുമെന്നും പറഞ്ഞു കൂട്ടത്തു ചങ്ക് നോക്കിയാൽ ഒറ്റ ഒരെണ്ണം അടിച്ച് തകർത്തിട്ടിട്ട് ചങ്ങ് പോയി. അയ്യോ എൻ്റെ മനുഷ്യ, എനിക്ക് കേൾക്കത്തില്ലേ, എന്നെ ഒന്ന് പിടിക്കും മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് രേവതി. അതിന് ഞാനിവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വേണ്ടതെന്ന് വേണം. ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യനെന്നും പറഞ്ഞുകൊണ്ട് രേവതി അയ്യോ വയ്യായേ അയ്യോ അയ്യോ എന്നും പറഞ്ഞു കരയും. അപ്പോഴത്തേക്കും നന്ദുമൊക്കെ കാര്യം കഴിഞ്ഞ് വണ്ടി എടുത്ത് അവരവരുടെ പാട് നോക്കി പോയി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും കൂടി ഈ പെണ്ണിത് എവിടെ പോയെന്നും ചോദിച്ചുകൊണ്ടിരിക്കുക. നന്ദുവിനെ കാണാത്തത് കൊണ്ടേ ഇവർക്ക് ആ വെപ്രാളം കയറി. വിളിച്ചിട്ടാണ് നമ്മൾ ഫോണും എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നന്ദു വീട്ടിലേക്ക് വന്നു. നന്ദു കയറി വന്നപ്പോൾ ഇവർ രണ്ടുപേരും നന്ദുവിനെ കാത്തിരിക്കുമല്ലേ. എവിടെ പോയിട്ട് വരുവാണെന്ന് ചോദിച്ചാൽ അച്ഛൻ. അപ്പോൾ എന്നെ ചിലർ കള്ളക്കേസ് കുടിക്കില്ലേ, അവരെ കാണാൻ വേണ്ടി പോയതാണെന്ന് നന്ദു പറയുമ്പം എടാ നീ അനാമ്മയുടെ വീട്ടിലേക്ക് പോയെന്ന് ചോദിച്ചു. ആ പോവുകയും ചെയ്തു, കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്തു. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കാണേണ്ട രീതിയിൽ അവരെ കാണുകയും ചെയ്തെന്ന് പറഞ്ഞു. നീ എന്താ നന്ദൂട്ട ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇനിയും ഇത് കേസായാലോ മോളെ? കേസാകുന്നെങ്കിൽ കേസാവട്ടെ, അതിൻ്റെ പേരിൽ എൻ്റെ ജോലി തീർച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നന്ദു പറയുകട്ടെ ഇവരോട്. പക്ഷേ അങ്ങനെ എൻ്റെ ജോലി പോയാൽ പലതിനും അനാമികയും അവളുടെ അച്ഛനും അമ്മയും സമാധാനം പറയേണ്ടി വരും. ആദർശേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലിലായതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ പുറത്തു വരുമെന്നുള്ള കാര്യവും പറഞ്ഞ് അതൊക്കെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അവർക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല ആദർശേട്ടൻ്റെ അമ്മ അനാമികയ്ക്ക് കൊടുത്ത സ്വർണ്ണമാല കാണാതായി പോയിട്ടുണ്ട്. അതിനും അവർ ഉത്തരം പറയേണ്ടി വരും അമ്മയെന്നും നന്ദു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു മോളെ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ആവശ്യം അതുണ്ടായിരുന്നു അച്ഛാ. നിരപരാധിയായ എന്നെ പോലീസുകാർ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി. ഒരു ദിവസം മുഴുവനും പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയും ചെയ്തു. അതിനുശേഷം കോടതിയിലും കയറ്റി. ഇതൊക്കെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ്. വിട്ടുകൊടുക്കില്ല ഞാൻ. അത്രയും സംഭവിച്ചിട്ടും നമ്മളൊന്നും പ്രതികരിക്കാതെ മാറി നിന്നാലേ ഇത് ഇനിയും അവളുടെ അച്ഛനും അമ്മയൊക്കെ ഒരു ശീലമാക്കി മാറ്റും. അവരത് വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. നന്ദുമോനെ നീ എന്തൊക്കെയാ അവരെ ചെയ്തതെന്ന് ചോദിച്ചപ്പം ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അശോന്നും പറഞ്ഞുകൊണ്ട് വായും പൊത്തി നിൽക്കുക കനകം. അന്നേരം വേണുവിൻ്റെയും ഭാര്യയുടെയും ശരീരം ചതച്ചിട്ടാണ് പോകുന്നത്, പ്രത്യേകിച്ച് വേണു എന്ന് പറയുന്നവൻ്റെ. അതിന് മോളാണെന്ന് അറിഞ്ഞിട്ട് അനന്തപുരിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് എൻ്റെ പേടിയെന്ന് ഗോവിന്ദൻ പറയുമ്പം ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല അച്ഛാ. ആദർശേട്ടൻ അറിയാം എന്നെ കൊടുക്കാൻ നോക്കിയത് ആ നാമികയുടെ അച്ഛനാണെന്നുള്ള കാര്യം. എല്ലാത്തിനും ഒരു പരിധിയുണ്ടച്ചാ. അത് കഴിഞ്ഞാലേ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണമെന്നും ഇനി അവളോ അവളുടെ അച്ഛനോ അമ്മയോ കാരണമില്ലാതെ എന്നെയോ എൻ്റെ ചേച്ചിമാരെയോ വേദനിപ്പിച്ച അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇനി 3 എണ്ണത്തിന് കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നന്ദു തൻ്റെ ദേഷ്യം മുഴുവൻ പ്രകടിപ്പിക്കുക. അനാമികയ്ക്ക് ഇതുവരെ കിട്ടേണ്ട രീതിയിൽ ഒന്നും കിട്ടിയിട്ടില്ല. അന്നിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നല്ലതുപോലെ മേല് നോവിച്ചില്ല. അതുകൊണ്ടാണ് വീണ്ടും അവൾ തല്ലായിരുന്നു വാങ്ങാൻ ശ്രമിക്കുന്നതെന്നൊക്കെ നന്ദു ഇവരോട് ഉള്ള കാര്യം പറഞ്ഞു. അതും പറഞ്ഞ് നന്ദു അകത്തേക്ക് കയറിപ്പോയി. നന്ദു അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലോ ഇവർ രണ്ടുപേരും പേടിച്ചിങ്ങനെ നിൽക്കുക. ഗോവിന്ദേട്ടാ ഇനി എന്തായി തീരുമോ എന്തോ. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല എൻ്റെ കനകെ. ഇവിടുന്ന് രാത്രി ഇറങ്ങി പോയപ്പോഴേ തടയേണ്ടതായിരുന്നു. അതെങ്ങനെയാ? ഞാൻ ചെന്നപ്പോഴേക്കും അവൾ നിൽക്കാതെ സ്കൂട്ടർ കയറി പോവുകയല്ലേ ചെയ്തത്, പിന്നെ എങ്ങനെ തടയാനാണെന്ന് കനകം ചോദിച്ചു. അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് ദേവയാനി ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വരുവാണേ. അമ്മയുടെ പാചകമൊക്കെ കണ്ട് കുറച്ച് നേരം വന്ന് അമ്മയെ തന്നെ നോക്കി ഇങ്ങനെ നിന്നു. എന്നിട്ട് പതുക്കെ മന്ദം നടന്ന് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. അമ്മയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാചകത്തിലാണ്. അപ്പോൾ നയനെ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ട് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു. മുറിയിലിരുന്നാൽ മതിയായിരുന്നല്ലോ, ചായ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരത്തില്ലേ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ വെറുതെ വന്നതാ അമ്മയെന്ന് പറഞ്ഞു. വെറുതെ നീ ഇങ്ങോട്ട് വരണ്ട, വരുന്നത് കൊണ്ട് എന്താ അമ്മയെ കുഴപ്പം എന്ന് നയനെ അന്നേരം ചോദിച്ചു. അമ്മയെ ഒന്ന് സഹായിക്കാൻ പറ്റുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലെന്ന് ചോദിച്ചപ്പം നീയേ എന്നെ സഹായിക്കണ്ട, അതുപോലെ തന്നെ ഒന്നിലും കൈവയ്ക്കുകയും വേണ്ട എന്ന് ദേവയാനി തറപ്പിച്ച് പറഞ്ഞു. നീ ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നയനെ നിന്ന് ചിരിക്കുക. അല്ല നീ അതെല്ലാം ചിരിക്കുന്നേ എന്ന് ദേവയാനി ചെന്നേരം ചോദിച്ചു. ഒരുമാതിരി കളിയാക്കുന്നത് പോലെ എന്താ ചിരിച്ചേ? അല്ല, അമ്മയുടെ ഓരോരോ സ്വഭാവങ്ങളും ഞാനിങ്ങനെ നിന്ന് ആലോചിക്കായിരുന്നേ. എൻ്റെ സ്വഭാവത്തിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഒതുങ്ങിയിട്ടുണ്ടെന്നുള്ളത് സത്യം. അത് ഞാൻ എൻ്റെ മോനെ കരുതി മാത്രം ഒതുങ്ങിയതാ.
അതുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് വേണം കരുതാനെന്ന് ദേവയാനി പറയുമ്പോഴും നയന ചിരിക്കുന്നു. അപ്പോൾ ഇതൊരു രക്ഷപ്പെടലല്ലല്ലോ അമ്മേ, അമ്മ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയുന്നതാ എൻ്റെ സന്തോഷമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതെൻ്റെ ദുഃഖമാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് നിൽക്കുമ്പോഴത്തേക്ക് അനാമിക അങ്ങോട്ടേക്ക് വന്നു. ആ മോളോ, വാ മോളെ, ചായ വേണോ? എനിക്ക് ചായ ഒന്നും വേണ്ട. എന്തു പറ്റി മോളെ, എന്താ പ്രശ്നം? മോളാകെ അപ്സെറ്റ് ആണല്ലോ. അച്ഛനെയും അമ്മയെയും ഇന്നലെ രാത്രി വീണ്ടും വീട്ടിൽ കയറി ആരോ തല്ലി. അയ്യോ എന്നും പറഞ്ഞ ദേവയാനി നിൽക്കും. അപ്പം നയനയ്ക്ക് മനസ്സിലായി നന്ദുവാണെന്ന്. അത് ആരാണെന്നൊക്കെ ഇവർക്ക് അറിയാവെന്നും പറഞ്ഞ് അനാമിക പറഞ്ഞപ്പോൾ ഞാനങ്ങനെ അറിയാനാണെന്ന് ചോദിച്ചു നയന. തല്ലുകൊണ്ടത് എൻ്റെ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ തല്ലിയത് നിങ്ങളുടെ അനിയത്തിയും അവളുടെ ഫ്രണ്ട്സും ആയിരിക്കുമെന്ന് അനാമിക. അറിയാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറയരുതേ അനാമിക എന്ന് നയനി അന്നേരം പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അവളെ ചിലരൊക്കെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞപ്പം അതിന് ശ്രമിച്ചത് ഞാനും എൻ്റെ അച്ഛനുമാണെന്ന് നിങ്ങളൊക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞ് അനാമിക വലിയ ആള് കളിക്കുക. അതിൻ്റെ പ്രതികാരമാണ് തീർത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ദേവയാനി കൈ അടിക്കുന്ന പോലെ നിൽക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കാൻ നോക്കാം, എന്നിട്ട് കേസാക്കാൻ പറഞ്ഞു. കേസാക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാവെന്ന് അനാമിക അന്നേരം നയനിയോട് പറഞ്ഞു. ഞാനൊന്ന് വീട്ടിലോട്ട് ചെല്ലട്ടെ, വല്യമ്മ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ പരുക്ക് ഒരുപാടുണ്ടോ മോളെ? നല്ല ചതമുണ്ടെന്നാണ് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ദേവയാനി ഇങ്ങനെ നയനയെ നോക്കി. അവളും അവളുടെ ഫ്രണ്ട്സും കൂടിയാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ല അമ്മേ, അവളെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയത് അനാമികയുടെ അച്ഛനാണെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്ന കാര്യം നയന ഇങ്ങനെ ദേവയാനിയോട് പറയുമ്പോൾ ദേവയാനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.